2024 നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 സ്റ്റെപ്സ് എക്സാം ആണ്. ആക്ച്വലി 2 അല്ല 3 സ്റ്റെപ്സ് എക്സാം നടക്കും. സബ് ജില്ലാ തലവും ജില്ലാ തലവും ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് ഇപ്പോഴത്തെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 6-ലാകുമ്പോൾ അവർക്ക് ഡിസംബറിനുള്ളിൽ, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ്, അടുത്ത സ്റ്റെപ്സ് എക്സാം, സ്കൂൾ തലത്തിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന സ്കൂൾ തല മത്സരവും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 5, 6 ക്ലാസ്സുകളുടെ പുസ്തകത്തിൽ നിന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ 5ാം ക്ലാസ്സിന്റെ പുസ്തകം ഇനി മാറുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ 1 വേർഡ് ചോദ്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും പുതുതായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. 6ന്റെ പുസ്തകം അത് തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും 6ന്റെ പുസ്തകത്തിൽ നിന്നാണ്, സോഷ്യൽ സയൻസിൻ്റെത്. നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. വരുമാന സ്രോതസ്സും വരുമാനവുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കൂ. ഇവിടെ നൽകിയിട്ടുള്ളത് 5ാം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ നിന്നുള്ള നമ്മുടെ കുടുംബം ടോപ്പിക്കാണ്. കച്ചവടം ചെയ്താൽ അതിൽ നിന്ന് ലാഭം കിട്ടും. സർക്കാർ സേവനം ചെയ്താൽ, അതായത് നമുക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്താ കിട്ടുന്നത്? സാലറി കിട്ടും, ശമ്പളം കിട്ടും. പലിശ കിട്ടണമെങ്കിൽ അത് ഒരു നിക്ഷേപമായിരിക്കണം. ബാങ്കിൽ പൈസ നിക്ഷേപിച്ചാൽ നമുക്ക് പലിശ ലഭിക്കും. അപ്പോൾ നമ്മുടെ പുസ്തകത്തിലുള്ള ടോപ്പിക്കിൽ സർക്കാർ ജോലി, കച്ചവടം, കെട്ടിടം വാടകയ്ക്ക്, ബാങ്ക് നിക്ഷേപം തുടങ്ങിയ വരുമാന മാർഗങ്ങളുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ശമ്പളമായിട്ടോ ലാഭമായിട്ടോ വാടകയായിട്ടോ കിട്ടാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മഹിളാ പ്രധാന ഏജന്റ് ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് ആരംഭം കുറിച്ചത് ഏത് യുദ്ധത്തോടു കൂടിയാണ്? മുഗൾ ഭരണത്തിന് ആരംഭം കുറിച്ചത് 1526 പാനിപ്പത്ത് യുദ്ധത്തോടു കൂടിയാണ്. അപ്പം സ്റ്റെപ്സിന്റെ ചോദ്യത്തിന് ചോദിച്ചത് മുഗൾ ഭരണത്തിന് ആരംഭം കുറിച്ചത് എന്നുള്ളതാണ്. അതേ ചോദ്യത്തിന് മറ്റു രീതിയിൽ ചോദിക്കാം. സുൽത്താനേറ്റ് ഭരണം അവസാനിച്ചത് ഏത് യുദ്ധത്തോടു കൂടി? 1526 പാനിപ്പത്ത് യുദ്ധത്തോടു കൂടിയാണ് സുൽത്താനേറ്റ് ഭരണം അവസാനിച്ച് മുഗൾ ഭരണം തുടക്കം കുറിക്കപ്പെടുന്നത്. ബാബർ 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഇബ്രാഹിം ലോധി സുൽത്താനായിരുന്നു. ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്? മുഗൾ രാജവംശം സ്ഥാപിക്കുന്നത്. ഡൽഹിയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ച യുദ്ധം പാനിപ്പത്ത് യുദ്ധമാണ്. അത് ഇന്നത്തെ ഹരിയാനയിലാണ്. 1526 ഇബ്രാഹിം ലോധിയും ബാബറും കൂടെ ചേർന്നാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്. ഇബ്രാഹിം ലോധി ബാബറുമാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്. വിജയിച്ചത് ബാബറാണ്, പരാജയപ്പെട്ടത് ഇബ്രാഹിം ലോധിയാണ്. മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം ഏകദേശം 50ഓളം വർഷമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമാകാൻ തുടങ്ങി. മുഗൾ സാമ്രാജ്യം നിലനിന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1526 മുതൽ 1857 വരെയാണ്. ഇന്ത്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 2 വർഷങ്ങളാണ് 1526 1857. 1526 എന്ന് പറയുന്നത് പാനിപ്പത്ത് യുദ്ധം, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. പാനിപ്പത്ത് യുദ്ധം, മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നു. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, 1ാം സ്വാതന്ത്ര്യ സമരം 1857. അപ്പോ ഈ 1857 കലാപത്തെ തുടർന്ന് മുഗൾ രാജാവായിട്ടുള്ള ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ റംഗൂണിലോട്ട് നാടുകടത്തി. അതുകൊണ്ട് മുഗൾ ഭരണം അവസാനിക്കുന്നത് 1857 കലാപം. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ആരംഭിച്ചത്. 1857 ഓർത്തിരിക്കേണ്ട മറ്റൊരു പേര് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന സൈനികനാണ് ഇതിന് തുടക്കം കുറിച്ചത്. ആ ടോപ്പിക്ക് 7ാം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾ റെഫർ ചെയ്യണം വേണ്ടുന്നവർക്ക്. അടുത്ത ചോദ്യം സ്റ്റെപ്സിന്റെ മറ്റൊരു ചോദ്യമാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്ന ശീലങ്ങൾ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? ഈ ഒരു ടോപ്പിക്ക് കണ്ടാൽ ഇതിൽ ശരിയായിട്ടുള്ളത്, അതായത് നല്ല ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തെ പോയിന്റ്, ഒരാൾ പറയുന്നത് കേട്ടതിന് ശേഷമേ മറുപടി പറയാറുള്ളൂ. ഈ പറഞ്ഞ നല്ലൊരു കാര്യമാണ്. ഒരാൾ പറയുന്നത് കേട്ട് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന് ഉചിതമായ മറുപടി കൊടുക്കേണ്ടത് അതിന് അദ്ദേഹത്തിന്റെ സംസാരത്തിന് ശേഷമാണ്. അല്ലാതെ ഇടയിൽ കയറി പറയുകയോ വെള്ളം വയ്ക്കുകയോ ചെയ്യുക അല്ല ചെയ്യേണ്ടത്. മാലിന്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമേ നിക്ഷേപിക്കാറുള്ളൂ. ശരിയാണ്. എന്നിൽ നിന്നും എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ വളരെ വിനയത്തോടു കൂടി മാത്രമേ പെരുമാറാറുള്ളൂ. കൂട്ടുകാരന്റെ കാര്യം പറയുക, കൂട്ടുകാരന്റെ സ്വഭാവം പറയുക. അതായത് നമ്മൾ മണിയടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളെ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടി മാത്രം
നോക്കി നടക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അത് ജനാധിപത്യ മൂല്യമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു തീരുമാനമെടുക്കുമ്പോൾ കൂട്ടുകാർക്ക് കൂടി ഗുണകരമാകുന്നോ എന്ന് പരിശോധിക്കാറുണ്ട്. നല്ല ശീലം. സാമ്പത്തിക ശേഷിയുള്ളവരുമായേ കൂട്ടുകൂടാറുള്ളൂ. അത് തെറ്റായിട്ടുള്ള ശീലം. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പിന്നെ കൂട്ടുകാരനെന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് 7ാം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ നിന്നും 5ാം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ നിന്നും ഉള്ളതാണ്. 7ാം ക്ലാസ്സിൻ്റെത് 9ാമത്തെ യൂണിറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി, 9ാമത്തെ 11ാമത്തെ യൂണിറ്റ് ആണ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. 5ാം ക്ലാസ്സിന്റെ പുസ്തകത്തിലാണെങ്കിൽ അവർ ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ടോപ്പിക്ക് സാമൂഹീകരണ ഏജൻസികൾ എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വളരുന്നത് ഒട്ടനേകം ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഇപ്പൊ കുടുംബം, കൂട്ടുകാർ, വിദ്യാലയം, മാധ്യമങ്ങൾ, അയൽക്കാർ, അധ്യാപകർ തുടങ്ങിയവരെല്ലാം നമ്മളെ സ്വാധീനിക്കാറുണ്ട്. നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കാറുണ്ട്, നമ്മുടെ ജീവിത രീതിയെ സ്വാധീനിക്കാറുണ്ട്. നമ്മൾ സമൂഹത്തിൽ വളരുന്ന ഓരോ ലെവലും അവർ നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പൊ ഈ സഹായിക്കുന്ന ഇവരെ സാമൂഹികരണ സഹായികൾ അല്ലെങ്കിൽ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് സോഷ്യലൈസേഷൻ, സാമൂഹീകരണം എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. അപ്പോൾ സാമൂഹിക ബന്ധം ഉടലെടുക്കുന്ന വിവിധ സന്ദർഭങ്ങൾ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, USS പരീക്ഷയ്ക്ക് ധാരാളമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പുസ്തകത്തിൽ ടിക്ക് ചെയ്യാൻ വേണ്ടി കുറെ ശീലങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ശീലങ്ങളെല്ലാം പോസിറ്റീവായിട്ടുള്ളതാണ്. ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു, നല്ല കാര്യം. ഒഴിവു സമയം കൂട്ടുകാരോട് ചെലവഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു, ശരി. ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നു, കൂട്ടുകാരുടെ പ്രശ്നങ്ങൾ സഹാനുഭൂതിയോടെ കേൾക്കുന്നു, ശരിയായിട്ടുള്ള കാര്യം. കൂട്ടുകാരുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ ഞാൻ താല്പര്യം കാണിക്കുന്നു, എന്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു, ഞാൻ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതൊന്ന് പാസ് ചെയ്ത് വായിക്കുക. കാരണം 7ാം ക്ലാസ്സിന്റെ പുസ്തകത്തിലുള്ള ടോപ്പിക്കാണ്. ദെർഫോർ നിങ്ങൾക്ക് പുസ്തകം അവൈലബിൾ അല്ല എങ്കിൽ ഇതൊന്ന് വായിച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് ഈ ശീലങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. ഇതേ ചോദ്യം USSന് ചോദിച്ചത് ഇപ്രകാരമായിരുന്നു. പുസ്തകത്തിലുള്ള അതേ ടോപ്പിക്കുകൾ തന്നെയാണ് ചോദിച്ചത്. ആദ്യത്തെ 3 ഓപ്ഷനും പുസ്തകത്തിലുള്ളത് തന്നെയാണ്. 4ാമത്തെ ഓപ്ഷനാണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. പഠനത്തെ ബാധിക്കുമെന്നതിനാൽ കലാകായിക പ്രവർത്തനങ്ങൾക്ക് ഞാൻ സമയം കണ്ടെത്താറില്ല എന്ന് പറയുന്നത് ഈ ഒരു തെറ്റായിട്ടുള്ള ശീലമാണ്. വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്ന് പറഞ്ഞത് ഗ്രീൻ ആണ്. മറ്റൊരു സ്റ്റെപ്സിന്റെ ചോദ്യം, സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നത് എന്ന് മുതലാണ്, എന്നാണ് അവസാനിക്കുന്നത്? സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് 31-നാണ്, തുടങ്ങുന്നത് ഏപ്രിൽ 1-ന്. മാർച്ച് 31 കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 1. മാർച്ച് 31-ന് വർഷം അവസാനിക്കുന്നത്. ഏത് വർഷം? സാമ്പത്തിക വർഷമാണ്, ഫിനാൻഷ്യൽ ഇയർ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി KM മാണിയാണ്. ഇത് 6ാം ക്ലാസ്സിന്റെ 3ാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണും മഴയും മനുഷ്യനും, കേരളം മണ്ണും മഴയും മനുഷ്യനും. ഇതിൽ ഭൂപ്രകൃതി വിഭാഗത്തിനെ തിരിച്ചറിയാനാണ് പറഞ്ഞേക്കുന്നത്. 1ാമത്തെ പോയിന്റിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ കഴിയും. ഏറ്റവും അധികം വിള വൈവിധ്യമുണ്ട്, ക്രോപ്പ് ഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മിഡ്ലാൻഡ് ആണ്. ലാറ്ററൈറ്റ്, എക്കൽ മണ്ണ് എന്നീ മണ്ണിനങ്ങൾ കൂടുതലാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ ഇതിന്റെ അളവ് പഠിക്കാൻ വേണ്ടി 75 എന്നുള്ള സംഖ്യ 3 തവണ എഴുതുക. എന്നിട്ട് ചെറുതിന്ന് വലുതിലോട്ട് നോക്കുക. 75നെ 7.5 ആക്കുക. 7.5 മുതൽ 75 വരെ എന്ന് പറയുക. 75ന് മുകളിലോട്ട് പറയുക. ഇത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരംതിരിവ്. ദ ഫിസിയോഗ്രഫി ഓഫ് കേരള ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3: ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻ. ലോലാൻഡിന്റെ മറ്റൊരു പേരാണ് കോസ്റ്റൽ റീജിയൻ. ഇതിൽ ഏറ്റവും ഉയർന്നത് മലനാടും ഏറ്റവും താഴ്ന്നത് തീരപ്രദേശവുമാണ്. ഇതേ ചോദ്യം PSC പരീക്ഷയ്ക്ക് വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല, സാവധാനം ഒഴുകുന്ന പുഴകൾ, വർദ്ധിച്ച എക്കൽ മണ്ണിന്റെ സാന്നിധ്യം. ഇവ 3ഉം കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തീരപ്രദേശമാണ്. തീരപ്രദേശത്തെ പ്രധാന മണ്ണിനം ഉപ്പുരസമുള്ള എക്കൽ മണ്ണാണ്. കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ മാത്രം ഉൾപ്പെടുന്ന ജില്ല ആലപ്പുഴയാണ്. കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശവും പ്രദേശത്തിന്റെ ഭൂരിഭാഗവും മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽപ്പെടുന്ന ജില്ലകൾ ഇടുക്കി, വയനാട് എന്നിവയാണ്. 3 ഭൂപ്രകൃതി വിഭാഗവുമുള്ള പ്രധാന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം എന്നിവയാണ്. നമ്മളൊരു പരസ്യമായിട്ട് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. അടുത്ത വർഷം